വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വണ്ടി കയറുകയാണ് കെ മുരളീധരൻ. അവസാന നിമിഷമുണ്ടായ മാറ്റം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. അത് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. BJP മൂന്നാം സ്ഥാനത്തേക്ക് അയക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. BJP ആയിട്ടാണ് നേരിട്ട് മത്സരം. BJP മൂന്നാം സ്ഥാനത്ത് അയക്കുക എന്ന് പറയുമ്പോൾ മത്സരം LDF ആയിട്ടാണല്ലോ വേണ്ടത്. അതുകൊണ്ട് BJP മൂന്നാം സ്ഥാനത്താണ്. താങ്കളുടെ സഹോദരി BJPയിലേക്ക് പോയി, മുൻനിർത്തിയുള്ള പ്രചാരണങ്ങളൊക്കെ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നേരിടുക? ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, പാർട്ടിയുടെ നയം, UDFൻ്റെ നയം, അത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അതല്ലാതെ എതിർഭാഗത്ത് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല. പാർട്ടിയുടെ ലക്ഷ്യം, UDFൻ്റെ ലക്ഷ്യം, അതാണല്ലോ ഏറ്റവും പരമപ്രധാനം. ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ വിലക്കെടുക്കില്ല? ഒരിക്കലും മുഖവിലക്കെടുക്കില്ല. കാരണം അവർക്ക് കോൺഗ്രസിലും UDFിലുമാണ് വിശ്വാസം. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങാൻ പോവുകയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുക? ഈ രാജ്യത്തൊരു മതേതര സർക്കാർ ഉണ്ടാവണം. അതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിന് പരമാവധി ജനപ്രതിനിധികൾ ഉണ്ടാവണം. അതിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ VS സുനിൽകുമാറും സുരേഷ് ഗോപിയും പ്രചാരണം തുടങ്ങി, ഒരു ഘട്ടമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അല്ല, എനിക്ക് തൃശ്ശൂർ നല്ല പരിചയമുള്ള സ്ഥലമാണ്. വടകരയിൽ ഞാൻ വരുമ്പോൾ തന്നെയായിരുന്നില്ലേ സ്ഥിതി. ജയരാജൻ 2-3 റൗണ്ട് കഴിഞ്ഞു. ഇതിപ്പോൾ അത്ര സമയമൊന്നും എടുത്തില്ല. ഒന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അതുവരെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് എലക്ഷൻ എന്നാണെന്ന് അറിഞ്ഞുകൂടാതെ എല്ലാവരും ഇപ്പോൾ നാളെയാണ് ഇലക്ഷൻ എന്നുള്ള മട്ടിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് 13-ാം തീയതി പ്രഖ്യാപിക്കൂ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇലക്ഷൻ എന്ന്. അതുകൊണ്ട് വൈകി എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ചുമതലപ്പെടുന്ന ഒരാളാണ് അങ്ങ്, എന്ത് തോന്നുന്നു? കഴിഞ്ഞ തവണ വടകരയിൽ, ഇപ്പോൾ തൃശ്ശൂരിലേക്കും. പാർട്ടി നിയോഗിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുക, അതാണ് എൻ്റെ ചുമതല. സിറ്റിംഗ് MPമാർ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു. വടകരയിൽ പ്രചാരണം ആരംഭിച്ചതുമാണ്. അവിടെ നിന്നുള്ള പെട്ടെന്നുള്ള പോക്ക് എങ്ങനെയാണ് ബാധിക്കുക? ഇല്ല, അതിന് ഞാൻ പറഞ്ഞത് ആ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ഷാഫി. അതുകൊണ്ട് ഷാഫിക്ക് അതൊരു പ്രശ്നമാവില്ല. അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. മണ്ഡലത്തിൽ നിന്നുള്ള മുന്നണിയിലെ നേതാക്കളൊക്കെ പറയുന്നു മുരളി തന്നെയായിരുന്നു അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നതാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ 5 വർഷം എങ്ങനെയാണല്ലോ കഴിഞ്ഞത്. ഒരു എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രവർത്തിച്ചാണല്ലോ. അതിൻ്റെ പ്രയാസം അവർക്കുണ്ടാവും. എന്തായാലും തൃശ്ശൂരിൽ BJP മൂന്നാം സ്ഥാനത്താക്കും, LDF 2ാം സ്ഥാനത്തും. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ ഓണത്തിനേക്കാൾ ഒരു വട്ടെങ്കിലും കൂടുതൽ വാങ്ങണം എന്നാണ് ആഗ്രഹം. സഹോദരി യാതൊരു ചാനലും ഉണ്ടാക്കില്ല? ചാനലും ഉണ്ടാക്കില്ല. വലിയ പ്രതീക്ഷയിൽ തന്നെ തൃശ്ശൂരിലേക്ക് വണ്ടി കയറുകയാണ് കെ മുരളീധരൻ. വടകരയിൽ നിന്നാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഷാഫി പറമ്പിലും വിജയിക്കും എന്ന് ആവർത്തിക്കുന്നു കെ മുരളീധരൻ. ജോം ടിക്കയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.